ഹരി, ഇപ്പോൾ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തും പട്ടിക തയ്യാറാക്കുന്നതാണ്. വട്ടിയൂർക്കാവിൽ നേമത്തിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് വളരെ നേരത്തെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് പാർട്ടിക്കകത്ത് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ്. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ ഉറപ്പിക്കുകയാണോ? എങ്ങനെയാണ് അവിടുത്തെ പോരാട്ട ചിത്രം? തലസ്ഥാനത്തെ ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ ചിത്രം. അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്റെ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇതേ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ആദ്യം ഒരു പട്ടിക കോർ കമ്മിറ്റി ചേർന്ന് തയ്യാറാക്കുകയും എല്ലാവരുമായി അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ആ പട്ടിക തയ്യാറാക്കൽ. അതിനുശേഷം അത് കേന്ദ്ര നേതൃത്വത്തിന്, കേന്ദ്ര പാർലമെന്ററി ബോർഡിന് അത് അയക്കുകയും അവരത് അംഗീകരിക്കുകയും വേണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കാതെ നേമത്തെ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ചെയ്തത് എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പല കോണുകളിൽ നിന്നായി കേട്ടിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നേമത്ത് മറ്റൊരാൾ വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. കാരണം ആ ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നേമത്തെത്തിക്കൊണ്ട് സ്വയം ചുവരെഴുതി തന്റെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ബിജെപി പ്രചാരണം തുടങ്ങിയ ആദ്യ മണ്ഡലമായി നേമം മാറി എന്നുള്ളതാണ്. എ ക്ലാസ്, അതായത് സംസ്ഥാനത്ത് ബിജെപി ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലമാണ് നേമം. അതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് ഉറപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത്, സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് അത് കഴക്കൂട്ടമാണ്. മുൻ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ അല്ലാതെ അവിടെ മറ്റൊരു പേരുമില്ല. മുരളീധരൻ തന്നെ അവിടെ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കഴക്കൂട്ടത്ത് പൂർണ്ണമായിട്ടും തന്റെ പ്രവർത്തനം സജീവമാക്കിയിരിക്കുകയാണ് മുരളീധരൻ. അക്കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വട്ടിയൂർക്കാവ്, ബിജെപി ഏറെ പ്രതീക്ഷ പുലർത്തുന്ന വട്ടിയൂർക്കാവിൽ ചില തർക്കങ്ങളൊക്കെ തന്നെ നിന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കം മുതൽക്ക് തന്നെ ഇപ്പോഴത്തെ കൗൺസിലറായ മുൻ DGP ആർ ശ്രീലേഖയുടെ പേര് പരിഗണിച്ചിരുന്നെങ്കിലും ശ്രീലേഖ പാർട്ടിയുമായി ഇടഞ്ഞു നിന്നതിനാൽ, അതായത് മേയർ സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് ഇടഞ്ഞു നിന്നതിനാൽ അവിടെ മറ്റു പേരുകളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ പരിഗണിച്ചിരുന്നു. അത് കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകളുടെ പേരുകളാണ്. ഇടയ്ക്ക് ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്നും കേട്ടിരുന്നു. പക്ഷേ അത് അങ്ങനെ ആ രീതിയിലേക്കുള്ള ചർച്ചകൾ അവിടെ അവസാനിച്ചു. ആ ശ്രീലേഖയോട് വീണ്ടും പാർട്ടി നേതൃത്വം സംസാരിക്കുകയും ശ്രീലേഖ ഏറെക്കുറെ അതിനോട് അനുഭാവപൂർവമായ സമീപനമാണ് പുലർത്തിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശ്രീലേഖ തന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലാണ് നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സഞ്ജു അടക്കമുള്ള ആളുകളുടെ പേരുകൾ സജീവമായി പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെയാണ് ഒടുവിൽ അവിടെ പരിഗണിക്കുന്നതെന്നുള്ള വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. ഒപ്പം തന്നെ കാട്ടാക്കട പോലുള്ള PK കൃഷ്ണദാസ് കഴിഞ്ഞ തവണ മത്സരിച്ച കാട്ടാക്കട പോലുള്ള സീറ്റുകൾ, ചിറയൻകീഴ് പോലുള്ള സീറ്റുകൾ, ഇവിടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ ഏറെക്കുറെ അന്തിമ പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിന് ഒരിക്കൽ കൂടി ജനവിധി തേടും. ചിറയൻകീഴിൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥായിരിക്കും മത്സരിക്കുക എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതായത് BJP തലസ്ഥാനത്ത് ഇക്കുറി 2-3 സീറ്റുകളെങ്കിലും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടക്കാനുള്ള ഇടയുള്ള സ്ഥലങ്ങൾ അത് പ്രധാനപ്പെട്ടതാണ്.